കുമളിയിൽ തേക്കടിക്ക് പോകുന്ന റൂട്ടാണേ. കുമളി ടൗണിലൊക്കെ നല്ല തീ കത്തുന്ന വെയിലാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഈ തേക്കടി റൂട്ടിലോട്ട് വന്നപ്പോൾ കണ്ടോ എന്തൊരാശ്വാസം നോക്കി, അപ്പുറത്തെ സൈഡെല്ലാം കാടാണേ. വനം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നല്ലൊരു തണുപ്പ് കിട്ടുന്നുണ്ട് ഇവിടെ. ഇതുവഴി നേരത്തെയൊക്കെ നല്ല രീതിയിൽ വാഹന സഞ്ചാരം ഉണ്ടായിരുന്നതാണ്. ഇപ്പം നമ്മുടെ സ്വന്തം വാഹനം കൊണ്ട് വന്നാൽ നമുക്ക് അപ്പുറത്തെ ചെക്ക് പോസ്റ്റ് കടന്ന് അപ്പുറത്ത് പോകാൻ പറ്റില്ല. ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബസ്സുണ്ട് കേട്ടോ തേക്കടിയിലേക്ക്. അതിന് ഏതാണ്ട് 80 രൂപ ടിക്കറ്റും ഉണ്ട്. ബോട്ടിങ്ങിൻ്റെ വേറെയാണേ. ഇല്ലിക്കാടുകളാണ് കൂടുതലും ഇവിടെ. നല്ല രീതിയിൽ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ തേക്കടിയിലെ മുല്ലപ്പെരിയാറൊക്കെ നിറഞ്ഞ് വെള്ളം ഇങ്ങോട്ടൊക്കെ കയറി വരുവേ. ഈ കാറൊക്കെ അപ്പുറത്ത് റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ പോയി ഊണ് കഴിച്ചിട്ടൊക്കെ വരുന്നതാണേ. മനോഹരമായ ഒരുപാട് റിസോർട്ടുകൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഉണ്ട് കേട്ടോ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വണ്ടിയാണ് ഈ വരുന്നത്. തേക്കടി പോയിട്ട് വരുന്നതാണേ. വനത്തിൻ്റെ ഭംഗി വീണ്ടും. ഇതിലിങ്ങനെ നടക്കുവാണെങ്കിൽ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോട്ടോ. വഴിസൈഡിലെ കടകളും റിസോർട്ടുകളും ഈ വനത്തിൻ്റെ ഭംഗിയും പിന്നെ ഈ തണലത്തൂടെ നമുക്കിങ്ങനെ നടക്കാൻ ഒരു പ്രത്യേക ഒരു വൈബാണ്. കാരണം ഇനി നമുക്ക് നടക്കാനായിട്ട് നല്ല അടിപൊളി ഫുട്പാത്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കുമളി പഞ്ചായത്ത്. ഇതൊക്കെ ഫോറസ്റ്റിൻ്റെ അണ്ടറിലുള്ളതാണ്. ഒരുപാട് ഓഫ് റോഡ് ജീപ്പുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ വരുന്ന സഞ്ചാരികളെ പല ഭാഗത്തേക്കൊക്കെ എത്തിക്കുന്നത് ഈ ഓഫ് റോഡ് ജീപ്പുകളൊക്കെയാണ്. ഇപ്പോൾ ഈ ജീപ്പുകളെല്ലാം റെസ്റ്റിലാണ് കേട്ടോ. ഇനിയിപ്പം ഏപ്രിൽ ആദ്യ വാരത്തോടു കൂടിയ ഇവർക്കൊക്കെ നല്ല രീതിയിലൊക്കെ ഓട്ടം കിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് അവധി ആഘോഷത്തിനൊക്കെ ആൾക്കാരൊക്കെ ഇവിടേക്ക് എത്തുകയുള്ളൂ. ഇവിടെ നിന്ന് അവർ സത്രം ഭാഗത്തേക്കൊക്കെയാണ് കൂടുതൽ ഓഫ് റോഡ് വെക്കുന്നത്. ഇനി നമുക്ക് അപ്പുറത്ത് കുമളി ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അടിപൊളി ഫ്ലവർ ഷോ ഒക്കെയാണേ. അത് പോയിന്ന് കണ്ടു നോക്കാവേ. കഴിഞ്ഞ പ്രാവശ്യം 50 രൂപ ടിക്കറ്റൊക്കെ ആയിരുന്നു. ഇപ്രാവശ്യം എത്രയാണെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് അവിടെ പോയി ഒന്ന് കണ്ടുവരാം. പൂക്കളുടെയൊക്കെ കാഴ്ചയൊക്കെ കണ്ടിട്ട് ഒരുപാട് കാലങ്ങളായി. നമ്മുടെ കട്ടപ്പന ഫെസ്റ്റ് വരുന്നുണ്ട് കേട്ടോ, ഒരു 15 ദിവസം കഴിയുമ്പോഴത്തേക്കും. നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ ഫെസ്റ്റും പരിപാടിയൊക്കെ നടക്കുന്നത് കട്ടപ്പനയാണേ. അത്രത്തോളം ഇടുക്കി ജില്ലയിൽ വേറെ എവിടെ വെച്ചാലും ഒക്കത്തില്ല. അതിന് കാണാനായിട്ട് കോട്ടയത്തു നിന്നും മുണ്ടക്കത്തൊക്കെ മേഖലയിൽ നിന്നൊക്കെ ആൾക്കാർ ഇങ്ങോട്ട് വരാറുണ്ട്. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുക ഈ ഇല്ലിക്കാടുകളുടെ ഭംഗിയാണ് കേട്ടോ. ഇല്ലി ഇങ്ങനെ നിൽക്കുന്നെങ്കിലും ഒന്ന് കൊലച്ചൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇല്ലി കംപ്ലീറ്റ് പോവേ. നമ്മൾ രാമക്കൽമേടി ചെന്ന് കഴിഞ്ഞാൽ ആ മല കയറി ചെല്ലുന്നിടത്ത് ഒന്ന് ഇല്ലിക്കൂടെ ഉണ്ടായിരുന്നു, അത് മൊത്തം പോയി ഇപ്പോൾ. തേക്കടി ഫ്ലവർ ഷോ.
ഇവിടെ നമുക്ക് കൂടുതൽ കാണാൻ ഓർക്കിഡ് ചെടികളാണ് കേട്ടോ. ആന്തൂറിയം ഇങ്ങനെയുള്ള ഐറ്റംസാണ്. ഇതിൻ്റെ പുതിയ പുതിയ കുറേ വെറൈറ്റി ഐറ്റംസ് നമുക്കിവിടെ കാണാതെ. ലൈറ്റിങ് കുറച്ച് കുറവുണ്ട്, അതിലും കണ്ടു നോക്കാം. വെള്ള ആന്തൂറിയം, ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഓർക്കിഡാണ് കേട്ടോ. ഇതിൻ്റെ പേരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ചെടികളുടെ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ എല്ലാം പേരെഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങളത് നോക്കി മനസ്സിലാക്കി വായിച്ചോണേ. തെങ്ങും തൈ വരെ ഉണ്ട് കേട്ടോ. ഏതനത്തിൽപ്പെട്ട തെങ്ങും തൈയാന്ന് ഇവിടെ എഴുതിയിട്ടുണ്ടേ. റോസാപ്പൂ, ജമന്തി, ഈ ചെടിക്ക് നല്ല കളറുണ്ട് കേട്ടോ, ചുവപ്പും മഞ്ഞയും. ഇതിൻ്റെ പേരും കൂടെ നമുക്ക് നോക്കാം. ഇത് പല കളറുണ്ടേ, മഞ്ഞയുണ്ട്, റോസുണ്ട്. ഫിഷ് അക്വാറിയം ഉണ്ട് കേട്ടോ. ഇതുണ്ടോ ഫിഷ്, ഗപ്പി മീനൊക്കെ ഉണ്ട്. ഗപ്പി ഫിഷ്. കൊടംപുള്ളി മരം കണ്ടിട്ടുണ്ടോ? അതിൻ്റെ ചെടിയാണ് കൊടംപുള്ളിയുടെ. പിന്നെ ഗ്രാമ്പൂ, അവക്കാഡോ, ബട്ടർ ഫ്രൂട്ട്. ഇത് ഒരുപാട് ഫ്രൂട്ട്സ് ഐറ്റംസ് ആണ് അതിൻ്റെ ചെടികളെല്ലാം. ഇത് മുള്ളാത്തയാണ്, ക്യാൻസറിനെ മാറ്റുന്ന ചെടി, ലക്ഷ്മി തരൂ. ഇവിടെയും ഉണ്ട് കേട്ടോ കുറേ. ഇത് പേരക്കാടൊക്കെ ഉണ്ട്, പേര, ചിലിമ്പി, മാവ്, പ്ലാവ്, നാരകം. ചെടികൾ ഇനിയും നമുക്ക് കുറേ കാണാനുണ്ട്. കറുത്ത പൂവുണ്ടോ? കുരുമുളക് ചെടി കായ്ച്ചിരിക്കുന്നുണ്ടോ? ഈ സമയത്ത് എവിടെയും കായ്ക്കാറില്ല, പക്ഷേ ഇവരുടെ ചെടി ഇവിടെ കായ്ച്ചിരിക്കുന്നു. ഇനി അപ്പുറത്ത് കുറച്ച് ഫ്ലവർ വെച്ചിട്ടുണ്ട്, ഇനി നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഓ, ഇത് ഇവിടെ ഡാലിയ, ചെമ്പരത്തിയുടെ വേറൊരു വെറൈറ്റി.
ഇപ്രാവശ്യം കുമളിയിലെ ഫ്ലവർ ഷോ കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ടാണ് അവർ ചെയ്തേക്കുന്നത് കേട്ടോ. ഇത് രാത്രിയിലാണ് നല്ലത്. ഈ ലൈറ്റെല്ലാം കത്തിക്കിടക്കുവേ, ഇതെല്ലാം ലൈറ്റാണ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഇവർ ഇപ്രാവശ്യം ഫോട്ടോ പോയിന്റ് ഒന്നും ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ചെടികളുടെ കൂമ്പാരം. കൂജയ്ക്കുള്ളിൽ ഉണ്ടോ? ഇവിടെ ശരിക്കും പകൽ ആൾ കുറവാട്ടോ. കാരണം ഈ ചൂടൊക്കെ ആയതുകൊണ്ട് ഒരു 4 മണി 5 മണിക്ക് ശേഷമാണ് ഇങ്ങോട്ട് ആൾക്കാർ കൂടുതൽ ഇറങ്ങുള്ളൂ. അപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല സെറ്റായിട്ട് നമുക്കിത് കുറച്ച് ഭംഗിയായിട്ട് കാണാൻ സാധിക്കുക. നമ്മുടെ കട്ടപ്പന ഫെസ്റ്റ് വന്നു കഴിയുമ്പോൾ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ഫ്ലവർ ഷോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കത് ഇച്ചിരി കൂടെ വിശദമായിട്ട് കാണാം. ഇവിടെ നമുക്ക് കൂടുതലും റോസാ ചെടിയാണ് കാണാൻ സാധിക്കുക കേട്ടോ. ഇതിൻ്റെ അങ്ങേയറ്റത്തോട്ട് വെന്തിച്ചെടി ഞവന്തിച്ചെടിയൊക്കെ ഉണ്ടേ. വെന്തിപ്പൂ ഉണ്ടോ? വെന്തി എന്തായാലും ഈ പൂക്കളുടെ ഭംഗിയൊന്ന് വേറെ തന്നെ കേട്ടോ. ഇവിടെ നല്ലൊരു ഓഡിറ്റോറിയം ഉണ്ട്. കേരളത്തിലെ വിവിധ കലാകാരന്മാരുടെ നൈറ്റ് ഷോ പരിപാടികളൊക്കെ വൈകിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ കാർണിവൽ ഷോയും സജ്ജീകരിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനൊക്കെ വൈകിട്ടേ ആളുണ്ടാവുള്ളൂ. ഇവിടെ കുറേ സ്റ്റാളുകളുണ്ട്, ഫർണിച്ചറിൻ്റെയും ഒക്കെ ആയിട്ട് പല പല ഐറ്റംസ്. വിവിധ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ നമുക്കിവിടെ കാണാവുന്നതാണ്, ബുക്ക് ചെയ്യാവുന്നതാണ്, മേടിക്കാവുന്നതാണ്. ഫാൻസി ഐറ്റംസ് സ്റ്റാളുകൾ. നാളെ ഫുള്ള് ഷേവായി. മിഠായി ഐറ്റംസ് ഉണ്ടോ? ഏത് വേണേലും എടുക്കാം. പഴയ മോഡൽ നാരങ്ങ മിഠായി മോഡലുണ്ടായി. നമ്മുടെ ചുവരിലുള്ള മച്ചിലൊക്കെ ഉള്ള പൊടിയൊക്കെ അടിച്ച് കളയാം. കരിമ്പിൻ ജ്യൂസ് വേണോ? അതും ഉണ്ട് കേട്ടോ. പോപ്കോൺ,
ബജ്ജി ഐറ്റംസ്. അച്ചാർ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ. ഓ, ഇത് കാണുമോ, വായിക്കൂടെ വെള്ളം ഊറുവേ. തേനെല്ലിക്ക, ഏതെല്ലാം സൈസ് അച്ചാറല്ലേ. നാരങ്ങ, മാങ്ങ, നെല്ലിക്ക, കടല വരെയുണ്ട്, പാവയ്ക്കയുണ്ട്. ഇതൊരു വെറൈറ്റി സംഭവമാണ് കേട്ടോ. എൻ്റെ പിന്നെ വായു വെള്ളം വന്നിട്ട് വേണം. മണ്ണുകൊണ്ടുള്ള കുറേ നിർമ്മിതികൾ, മൺവിളക്കുകളുണ്ട്. കുന്തിരിക്കൊക്കെ പോയിക്കാം. എലൈറ്റ് കമ്പനിയുടെ ബുക്ക് മേള. പുസ്തകങ്ങളൊക്കെ ഡിസ്കൗണ്ട് വില കിട്ടും. പച്ചക്കറി അരിയുന്ന പലതരം കട്ടറുകൾ. അലുവ എന്താ വില? കോഴിക്കോട് അലുവല്ലേ? കോഴിക്കോട് നമ്മളെപ്പോഴും കാണുന്നല്ലേ? അതല്ലേ ആളും അലുവും വേറെ അല്ലേ? നമുക്ക് കുറച്ച് കരിപ്പെട്ടി കാണും. കരിപ്പെട്ടി എന്താ വില? കരിപ്പെട്ടി 200 ഗ്രാം 100 രൂപ. 200 ഗ്രാം 100 രൂപ. തുണിത്തരങ്ങളും വിലക്കുറവ്. കയർ ഉൽപ്പന്നങ്ങൾ, കയർ, ടയർ, റബ്ബർ ഉൽപ്പന്നങ്ങൾ. ഇവിടെ നമുക്ക് കുറേ തുണിത്തരങ്ങൾ കാണാം കേട്ടോ. അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങുന്ന ഈ കാർണിവൽ ഗ്രൗണ്ടിലേക്കാണ് കേട്ടോ. ഇനി വേണ്ട ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കാം. നമ്മൾ കഴിക്കുന്നില്ല. ഇഷ്ടംപോലെ ഫാൻസി ഐറ്റംസ്, വള, മാല, പൊട്ട്, ചാന്ത്, കളിപ്പാട്ടങ്ങൾ. നമ്മുടെ പഴയ കാലത്തെ ബോട്ട് കണ്ടോ? ഇതൊക്കെ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കളിച്ചിട്ടുള്ള. ഇന്നൊക്കെ ഇത് അപൂർവമായിട്ട് ചില കടകളിൽ മാത്രമേ കാണാറുള്ളൂ. ചെടികളുടെ കാഴ്ച ഇനിയും കഴിഞ്ഞിട്ടില്ല കേട്ടോ. എവിടെ നോക്കിയാലും ചെടികളും പൂക്കളും ഉള്ളൂ. വെയിൽ കൂടുതലായതുകൊണ്ട് ആരും കാർണിവൽ ഗ്രൗണ്ടിലേക്ക് അങ്ങനെ പോകുന്നില്ല കേട്ടോ. അപ്പോൾ കുമളി ഫെസ്റ്റിൻ്റെ തേക്കടി ഫ്ലവർ ഷോ
ആണ് നമ്മൾ കണ്ടുകൊണ്ട് വന്നത്. ഇതിലുള്ള ഈ ചെടികളൊക്കെ വളരെ ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു മെല്ലെ റോഡിലേക്ക് ഇറങ്ങി പോവാണേ. ഇത് ശരിക്കും പറഞ്ഞാൽ രാത്രിയാണ് ഇത് ഇച്ചിരൂടെ കാണാൻ ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നത്, ഈ ലൈറ്റൊക്കെ കൂടെ ഇട്ട് കഴിയുമ്പോഴേ. പിന്നെ നമ്മൾ ആ കയറി വരുന്നിടത്ത് ഇച്ചിരി നല്ല രീതിയിൽ വെട്ടക്കുറവുണ്ട്. ഈ ചെടികൾ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് കുമളിയിൽ തന്നെയുള്ള മണ്ണാത്ര നഴ്സറി എന്ന് പറയുന്ന അവരാണ് എല്ലാ കൊല്ലവും ഇവിടെ ഈ ഫ്ലവർ ഷോ ഇങ്ങനെ ഒരുക്കുന്നത്. കട്ടപ്പനയിലും അവർ തന്നെയാണ് വരാറ്. ഇവിടുത്തെ കഴിഞ്ഞാൽ മിക്കവാറും കട്ടപ്പനയ്ക്ക് തന്നെയായിരിക്കും ഇവരായിരിക്കും വരുന്നത്. അവിടെ ഫ്ലവർ ഷോ കഴിഞ്ഞ കൊല്ലം ഇല്ലായിരുന്നു, ഇക്കൊല്ലം കാണുമായിരിക്കും. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണ്. ഭംഗിയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.